ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഏപ്രിൽ 28, 2026. നമുക്കറിയാം ഇന്നലെ മാർക്കറ്റ് ഒരു വീക്കിലി ഫസ്റ്റ് ഡേ ആയിരുന്നു. എങ്കിലും മാർക്കറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ് നൽകിയിരിക്കുന്നത്. ഒരു ഡേ മുഴുവൻ ഒരു ഡെയിലി റേഞ്ചിന് ശേഷം പിന്നീട് അവസാനം മാർക്കറ്റ് ഒരു ഡേ ഹൈയിൽ തന്നെയാണ് ക്ലോസിംഗ് വന്നിരിക്കുന്നത്. ഇപ്പോഴും ന്യൂസ് ഫ്ലോസിൻ്റെ ബേസിൽ തന്നെയാണ് മാർക്കറ്റ് കൂടുതലും മൂവ് ചെയ്യുന്നത്. പ്ലസ് റിസൾട്ട് സീസൺ ആയതുകൊണ്ട് തന്നെ സ്റ്റോക്ക് സ്പെസിഫിക്കും ചില സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ന്യൂസുകളുടെ പുറത്താണ് മാർക്കറ്റ് കൂടുതലും മൂവ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇൻഡെക്സിലെ വലിയ ഓപ്പർച്യൂണിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂസ് ഫ്ലോസിൻ്റെ ബേസിലുണ്ടാകുന്ന വലിയ വോളറ്റിലിറ്റിയാണ് ഇൻഡെക്സിൽ കൂടുതലായിട്ടും ഓപ്പർച്യൂണിറ്റി ആയിട്ട് വരുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും ഇപ്പോഴും ഒരു നെഗറ്റീവ് സോണിൽ തന്നെയാണ്. കാരണം ക്ലാരിറ്റി ഇതുവരെ എസ്റ്റിമേഷൻ സംഘർഷവുമായിട്ട് വന്നിട്ടില്ല. റുപ്പി ഇപ്പോഴും വീക്കായി തുടരുന്നു. 94 രൂപയ്ക്ക് മുകളിലാണുള്ളത്. ക്രൂഡ് ഇപ്പോഴും $100 മുകളിലാണുള്ളത്. അതും നെഗറ്റീവാണ്. അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള സമവായ ചർച്ചകളോ ഹോർമൂസ് തുറക്കാനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു നീക്കവും നടക്കുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും മാർക്കറ്റ് വീണ്ടും ഒരു അൺസർട്ടനിറ്റിയിലേക്ക് പോകും. പിന്നെ ഇന്ന് മാർക്കറ്റിനെ സംബന്ധിച്ചിട്ട് വീക്കിലി മന്ത്ലി എക്സ്പയറിയാണ്. നിഫ്റ്റിയുടെയും പ്രധാനപ്പെട്ട ഇൻഡെക്സുകളൊക്കെ തന്നെ മന്ത്ലി എക്സ്പയറി വരുന്നുണ്ട്. അതിൻ്റെ ഒരു നീജർ റിയാക്ഷൻ കൂടി നമ്മളിന്ന് കാണേണ്ടി വരും. ഇന്നലത്തെ നിഫ്റ്റിയുടെ ക്ലോസിംഗ് അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് 23,800 മുതൽ 23,900 വരെയുള്ള 100 പോയിൻ്റാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും ഒരു സപ്പോർട്ട് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത. അതേസമയം 24,200 മുതൽ 24,350 വരെയുള്ള ഒരു 150 പോയിൻറ്റിൻ്റെ അപ്സൈഡാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടൊരു റെസിസ്റ്റൻസ് സോണായിട്ട് ആക്ട് ചെയ്യാൻ സാധ്യത. ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടും 55,700, 55,900 റേഞ്ചാണ് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ട് സപ്പോർട്ട് സോണായിട്ട് നിൽക്കാൻ സാധ്യത. അതേസമയം 56,850 മുതൽ 57,075 വരെയുള്ള അപ്പർ സൈഡ് ടാർഗറ്റാണ് ബാങ്ക് നിഫ്റ്റിയെ സംബന്ധിച്ചിട്ടുള്ളത്. മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിലാണ് ഇന്നലെ വളരെ നല്ലൊരു പെർഫോമൻസ് വന്നത്. 2% അടുപ്പിച്ച് പെർഫോമൻസ് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പ് ഓഹരികളിൽ വരികയുണ്ടായി. റിസൾട്ട് സീസണും കൂടിയാണ്. അതുകൊണ്ട് തന്നെ റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മാരുതിയുടെ റിസൾട്ട് നാളെ വരുന്നുണ്ട്. സോ അതോടുകൂടി ഓട്ടോ സെക്ടറിലുള്ള റിസൾട്ടിൻ്റെ ട്രെൻഡ് അറിഞ്ഞു തുടങ്ങും. ഏകദേശം 36 കമ്പനികൾ ഇന്ന് റിസൾട്ട് പ്രഖ്യാപിക്കുന്നുണ്ട്. REC, മാരുതി, അതുപോലെ തന്നെ എറ്റേണൽ, അതായത് സൊമാറ്റോ. മിഡ് ക്യാപ്പിൽ നിന്നും പിരമാൽ ഫാർമയുണ്ട്, മദർസൺ സുമി, ഡാൽമിയ ഭാരത്, ബന്ധൻ ബാങ്ക്, സ്റ്റാർ ഹെൽത്ത്, അദാനി വിൽമർ ഉണ്ട്. സ്മോൾ ക്യാപ്പ് കമ്പനിയായിട്ടുള്ള IFCI, കാനറ HSBC ലൈഫ്, ഫെഡറൽ ബാങ്ക്, സെനോഫി ഇന്ത്യ, 5 സ്റ്റാർ ബിസിനസ്, കാസ്ട്രോൾ, സ്കിപ്പർ, സിയറ്റ് പോലുള്ള കമ്പനികൾ ഉണ്ട്. ഒരുപാട് കമ്പനികൾ, ഏകദേശം 36 കമ്പനികളോളം റിസൾട്ട് വരാറുണ്ട്. സോ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസിനുമാണ് പ്രധാനം കൊടുക്കുന്നത്, ഇൻഡെക്സിലല്ല. സ്റ്റോക്ക് സ്പെസിഫിക് മൂവ്മെൻറ്റ്